ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എങ്ങനെ ഹൈറിച്ചിൽ നിന്ന് നമ്മൾ പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ അതിനെന്ത് ചെയ്യുക, മെനു ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഹോം പോവുക, ഫസ്റ്റ് കാണുക ഹോം, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കാണാൻ കഴിയും. നമ്മൾ അക്കൗണ്ട് ലോഗിൻ ചെയ്യുന്ന സമയത്തും ഇങ്ങനെ ആയിരിക്കും വന്നിരിക്കുക. അപ്പോൾ എന്തെന്ന് വെച്ചാൽ നമുക്ക് ലോഗിൻ ചെയ്യാതെ തന്നെ സാധനം കാർട്ടിലേക്ക് ആഡ് ചെയ്യുക. പക്ഷേ ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ചോദിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, അത് കൊടുത്താലും അങ്ങനെയും ചെയ്യാം. അതായത് വെറും പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാം. എന്തെന്ന് വെച്ചാൽ ഹൈറിച്ചിൽ നിന്ന് ഓരോ ഈ യൂസർ ഐ ഡിയും പാസ്വേഡും ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, FMCG കാണാം, അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എല്ലാ സാധനവും കാണാൻ കഴിയും. ഗ്രോസറി, അതായത് നമ്മൾ അരി, പഞ്ചസാര, അങ്ങനത്തെ ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട സാധനങ്ങൾ മാത്രം ഗ്രോസറി ക്ലിക്ക് ചെയ്താൽ കാണാൻ കഴിയും. പിന്നെ ബ്യൂട്ടി, ഹൈജീനിക്, നമ്മൾ കോൾഗേറ്റ്, സോപ്പ്, ഷാമ്പൂ, ഹാൻഡ് വാഷ്, അങ്ങനത്തെ ഇതല്ലേ, അതൊക്കെ ഇവിടെ കാണുക. പിന്നെ ക്ലീനിങ് ആൻഡ് ഹൗസ് ഹോൾഡ്, അത് അറിയാമല്ലോ, ഫോട്ടോ കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ചെയ്യേണ്ടവർക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സാധനവും കാണും. പിന്നെ ഇനി നമുക്ക് ഓരോ സാധനം പരികൾ മാത്രം കാണുമെന്ന് വെച്ചാൽ എന്ത് ചെയ്യുക, അങ്ങനെ കിട്ടും. പിന്നെ പൊടികൾ മാത്രം വെച്ചാൽ അങ്ങനെ, പഞ്ചസാര, ശർക്കര, അതിനായിട്ടൊരു കാറ്റഗറി, അങ്ങനെയൊക്കെ ഉണ്ട്. അതിനെന്ത് ചെയ്യുക, സൈഡിലുള്ള ഇടത്ത് ഭാഗത്തുള്ള മെനു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവിടെ ഉണ്ടാവും FMCG, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്കിങ്ങനെ കാറ്റഗറി ആയി കാണും. ഫ്ലോർസ്, അതായത് നമ്മൾ പൊടികൾ, പലതരം പൊടികളുണ്ടല്ലോ, അതൊക്കെ എന്ത് ചെയ്യും, അത് മാത്രമേ ഇവിടെ നോക്കി കഴിഞ്ഞാൽ വരുള്ളൂ. എഡിബിൾ ഓയിൽ ആൻഡ് ഗീ, അത് പിന്നെ ഓരോരുത്തർ വായിച്ചുകൊണ്ട് അറിയാൻ കഴിയുമല്ലോ, നമുക്ക് അതിനെ പറ്റിയൊക്കെ അറിയാമല്ലോ. ഇപ്പോൾ റൈസ് ഉണ്ട് ഇവിടെ, അങ്ങനെ ഓരോന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട, ഞാൻ FMCG ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലാ സാധനങ്ങളും കാണാൻ കഴിയും. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇത് ഹൈറിച്ചിൻ്റെ പ്രോഡക്റ്റ് അല്ല ഇതിൽ വിൽക്കുന്നത്. അതായത് നമ്മൾ സാധാരണ നിത്യമായി ഉപയോഗിക്കുന്ന സാധനങ്ങൾ, നമ്മൾ കോൾഗേറ്റ് കൊണ്ട് പല്ലിക്കണെന്ന് വെച്ചാൽ അത് മതി. നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അതെടുക്കുക. ഓരോന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ സാധനങ്ങളെന്നുള്ളതെന്നില്ല. അപ്പോൾ ഓരോ കമ്പനി മനസ്സിലാവും. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് വേണ്ടത് ഏതാ വെച്ചാൽ അത് എത്ര എണ്ണം വേണോ അതിനനുസരിച്ച് സെലക്ട് ചെയ്തിട്ട് കാർട്ടിലേക്ക് ആഡ് ചെയ്യുക. അതെങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. ഓൾറെഡി ആ ഒരു 5 ഐറ്റംസ് കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് സാധനം കൂടി ആഡ് ചെയ്ത് കാണിച്ചു തരാം. ഇതിപ്പോൾ ഈ ഒരു പിൻ കോഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, വാച്ച്, അങ്ങനത്തെ ബാഗ് ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഉദാഹരണത്തിന് എന്ത് ചെയ്യാം, ഈ ഒരു ഡ്രസ്സ് ലാർജാണ്. അപ്പോൾ എത്ര എണ്ണം വേണമെന്ന് വെച്ചാൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, അത് കൊടുക്കുക. ഇവിടെ ഒരെണ്ണം അവിടെ ഉള്ളൂ. അപ്പോൾ ആഡ് ചെയ്യുക, സൈഡിൽ ആഡ് ക്ലിക്ക് ചെയ്താൽ കാർട്ടിലേക്ക് ആഡ് ആവും. എന്നിട്ട് എന്ത് ചെയ്യുക, ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് FMCG കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യും, സാധനങ്ങൾ കാണാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അവിടെ പോയി കുറച്ച് പഞ്ചസാര വേണം. ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഷുഗർ, സാൾട്ട് ആൻഡ് ഷുഗർ എന്നെല്ലാം ക്ലിക്ക് ചെയ്യാം. ഇവിടെ പഞ്ചസാരയും ശർക്കരയും ഒക്കെ കാണാൻ കഴിയും, ഉപ്പ്, അതൊക്കെ. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, 2 ഗ്രാം പഞ്ചസാര വേണം. ഇവിടെ ക്ലിക്ക് ചെയ്യുക, നമുക്ക് എത്ര ക്വാണ്ടിറ്റി എത്ര വേണ്ട വെച്ചാൽ കൊടുക്കുക. 2 കൊടുത്തു, ആഡ് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും, നമുക്കിങ്ങനെ എന്തൊക്കെ സാധനം വേണോ അതൊക്കെ എന്ത് ചെയ്യുക, കാർട്ടിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ കാർട്ട് കണ്ടോ മേലെ, ഞാൻ ഈ മാർക്ക് ചെയ്ത് അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും, ഇവിടെ കാണും. നമ്മൾ എത്ര കിലോനാണോ കൊടുത്തത് എന്ന് വെച്ചാൽ അതിൻ്റെ ക്വാണ്ടിറ്റി, വെയിറ്റ്, അതിൻ്റെ ടോട്ടൽ 1 കിലോന് എത്രയെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒന്നിന് എത്രയെന്നില്ല എന്ന് വെച്ചാൽ അതിൻ്റെ പ്രൈസാണ് സബ് ടോട്ടൽ. ഗ്രാൻഡ് ടോട്ടൽ അതിൻ്റെ പറഞ്ഞാൽ നമ്മൾ എടുത്തത് ഇപ്പോൾ 2 കിലോന് എടുത്തു വെച്ചാൽ ആ 2 കിലോൻ്റെ വിലയാണ് ഗ്രാൻഡ് ടോട്ടൽ കാണിക്കുന്നത്. അതിൻ്റെ അടിയിൽ പോയാൽ കാണാം നമുക്ക് മൊത്തം എത്ര ആയി, എല്ലാത്തിനും പാടെ എത്ര ആയി എന്നുള്ളത് കാണിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ അടിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണും ടോട്ടൽ BV, ബിസിനസ് വോളിയം. ഇതാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് കയറുന്ന പൈസ. അത് 800 രൂപ എടുത്ത് ആക്റ്റീവ് ചെയ്ത ആൾക്കാർക്ക് എന്ത് ചെയ്യും, പൈസ കയറുന്നതാണല്ലോ. അപ്പോൾ ഓൽക്ക് കിട്ടുന്ന റീപർച്ചേസിംഗ് ആണ് ഇവിടെ ഈ കാണിക്കുന്നത്. ഇത് BVനെ കുറിച്ചിട്ട്, ഈ റീപർച്ചേസിംഗത്തിനെ കുറിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുക, അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. പിന്നെ ടോട്ടൽ വെയിറ്റ് ഉണ്ട്,
അതിവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇനി പ്രൊസീഡ് ടു ചെക്കൗട്ട് കൊടുക്കുക. ഇനി ഒന്നുകൂടി സാധനങ്ങൾ എടുക്കാണ്ട് കണ്ടിന്യൂ ഷോപ്പിംഗ് കൊടുക്കുക. അല്ലെങ്കിൽ മതി നമുക്ക് ഇനി സാധനങ്ങൾ ഓർഡർ ചെയ്യുക വെച്ചാൽ പ്രൊസീഡ് ടു ചെക്കൗട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ലോഗിൻ ചെയ്യാതെ തന്നെ സാധനങ്ങൾ കാർട്ടിലേക്ക് ആഡ് ചെയ്യുക. പക്ഷെ അവിടെ നിന്ന് ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യും, യൂസർ ഐ ഡിയും പാസ്വേഡും ചോദിക്കും. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, നമ്മുടെ യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുക്കുക, ലോഗിൻ ചെയ്യുക. ലോഗിൻ ആകാതെ യൂസ് ചെയ്യുന്നവർക്കാണ് ചോദിക്കുക. എന്നിട്ട് നമ്മൾ ഐറ്റംസൊക്കെ കാണിച്ചു തരും. ഇപ്പോൾ നമുക്കൊരു സാധനം വേണ്ട നോക്കുക. അപ്പോൾ ഈ ടൂത്ത് ബ്രഷ് വേണ്ട. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ ഡിലീറ്റ് ചെയ്യുക. അത് കാർട്ടിൽ നിന്ന് റിമൂവ് ആവും. അതിൻ്റെ വില ഒക്കെ കുറച്ചിട്ട് എന്ത് ചെയ്യും, ഇവിടെ ടോട്ടൽ പ്രൈസ് കാണിക്കും. എന്നിട്ട് ഇവിടെ ഷിപ്പിംഗ് അഡ്രസ്സ് ഉണ്ട്. ഇപ്പോൾ ബില്ലിംഗ് അഡ്രസ്സും ഉണ്ട്, ഷിപ്പിംഗ് അഡ്രസ്സും ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഓൾറെഡി നമ്മൾ പിൻകോഡായിരിക്കും വന്നിക്കുക. അപ്പോൾ നമ്മളെ പിൻകോഡിൽ വേറെ ഹൗസ് ഉണ്ടെങ്കിൽ ഈ അഡ്രസ്സ് കൊടുത്താൽ മതി. ഇപ്പോൾ നമുക്ക് വേറൊരു പിൻകോഡിൽ നിന്നാണ് സാധനം വാങ്ങേണ്ടത്, അതായത് നമ്മുടെ അടുത്തുള്ള മറ്റൊരു പിൻകോഡിൽ നിന്നാണ് സാധനം വാങ്ങേണ്ടതെന്ന് വെച്ചാൽ എന്ത് ചെയ്യുക, ആഡ് ന്യൂ ഷിപ്പിംഗ് അഡ്രസ്സ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഡീറ്റെയിൽസൊക്കെ സെയിം, നേരത്തെ കൊടുത്ത അതേ ഡീറ്റെയിൽസ്, മൊബൈൽ നമ്പറും അഡ്രസ്സും കാര്യങ്ങളൊക്കെ സെയിം കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, പോസ്റ്റൽ കോഡ് പിൻകോഡ് അത് എന്ത് ചെയ്യുക, അവിടുത്തെ കൊടുക്കുക. എവിടെ നിന്നാണ് നമ്മൾ സാധനം വാങ്ങുന്നത് ആ പിൻകോഡ് കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. അവിടെ കൊടുക്കുന്നില്ല, അത് കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. എന്നിട്ട് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്, അത് കൊടുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു ബില്ല് കിട്ടും. അത് നമുക്ക് PDF ആയിട്ട് സൂക്ഷിച്ച് വെക്കാൻ കഴിയും. ഇപ്പോൾ ഞാൻ പിൻകോഡ് മാറ്റി കൊടുത്തിട്ടില്ല. ഓൾറെഡി ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് 680001 68001 എന്നുള്ളൊരു പിൻകോഡിലാണ്. പക്ഷേ എൻ്റെ പിൻകോഡ് അറിയുന്നത് 679 അപ്പോൾ ഞാൻ ഇനി ഈ ഒരു മെത്തേഡിൽ ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇത് പ്രോസസ്സിങ് ചെയ്തുകൊണ്ടിരിക്കും. ഉണ്ടോ, ഔട്ട് ഓഫ് സ്റ്റോക്ക്, കാരണം പിൻകോഡ് മിസ്മാച്ച് ആയി കിടക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, പിൻകോഡ് അങ്ങനെ കൊടുത്തപ്പോൾ ഞാൻ ഈ 6800 ആ പിൻകോഡാണ് അവിടെ കൊടുത്തതെന്ന് വെച്ചാൽ ഷിപ്പിംഗ് അഡ്രസ്സിൽ ആ പിൻകോഡ് കൊടുത്തിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എന്നിട്ട് അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്താൽ ഓർഡർ പ്രൈസ് ആവും. എന്നിട്ട് നമുക്ക് അതിൻ്റെ ബില്ല് കിട്ടും, പ്രിൻ്റ് എടുത്തേക്കാം. അത്രേ ഉള്ളൂ നമുക്ക് ഓർഡർ ചെയ്യാനുള്ള കാര്യങ്ങൾ. പിന്നെ പോലെ നമ്മളിവിടെ എത്തുമ്പോൾ നമ്മൾ കൊടുത്ത ഷിപ്പിംഗ് അഡ്രസ്സിലുള്ള നമ്പർക്ക് പോലെ വിളിക്കും നമ്മൾ അടുത്തെത്താൻ നേരത്ത്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ വീടും കാര്യങ്ങളും എവിടെ പറഞ്ഞു കൊടുത്താൽ വീട്ടിലെത്തിയിട്ട് സാധനങ്ങളൊക്കെ പോലെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ക്യാഷ് കൊടുത്താൽ മതി. നമുക്ക് എന്തെങ്കിലും ഇനിയൊരു പോരായ്മ, ഒരു സാധനത്തിൽ പോരായ്മ തോന്നുക വെച്ചെങ്കിൽ എന്ത് ചെയ്യുക, അത് റിട്ടേൺ കൊടുക്കുക. അപ്പോൾ ഓര് പോകുന്നതിൻ്റെ മുന്നിൽ തന്നെ ഓരത്ത് കൊടുത്തേക്കുക. അതിനുള്ള ക്യാഷ് അതിന് ഒരു മൈനസ് ചെയ്യുകയും ചെയ്യും. ഇത്രയുള്ളൂ നമ്മൾ ഓർഡർ ചെയ്യാനുള്ള കാര്യങ്ങൾ, ഓർഡർ ചെയ്യേണ്ട രീതി. ഇനി അടുത്ത വീഡിയോയിൽ നമ്മളെങ്ങനെ ഒരു പുതിയൊരാളെ ചേർക്കുക എന്നുള്ളത്, അതായത് നമ്മുടെ ട്രീ ഉണ്ടല്ലോ അതെങ്ങനെ എടുക്കുക എന്നുള്ളതും അതിലെങ്ങനെ ഒരാളെ ചേർക്കുക എന്നുള്ളതൊക്കെയാണ് അടുത്ത വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടിയിട്ടുണ്ട്, അപ്പോൾ ഇതൊന്ന് ക്ഷമയോടെ ഫുള്ള് കേൾക്കുക.